എടാ നീ പറയുന്നൊക്കെ സത്യാണോ? ഇപ്പൊ അതെ സ്റ്റോക്കൊക്കെ പോയിരിക്കുക. എനിക്ക് ആകെ ടെൻഷൻ അടിച്ചിട്ട് പാടില്ല. എടാ നീ ഒന്ന് ഫോം വെച്ചേ, എനിക്ക് വയ്യ, ടെൻഷൻ അടിക്കണ്ടാകെ. എന്താ പ്രശ്നം? മടുത്തടോ, ഒന്നും ഇങ്ങോട്ട് ശരിയാവുന്നില്ല. ലൈഫും കരിയറും ഒന്നും ഇങ്ങോട്ട് സെറ്റ് ആവണില്ല. ഇപ്പൊ അതേതാ ഇൻവെസ്റ്റ്മെന്റും പോയി. എടാ എല്ലാം ശരിയാവും, നീ ഇങ്ങനെ ടെൻഷൻ അടിക്കല്ലേ. ലൈഫിൽ കുറച്ച് പോസിറ്റീവ് ആയിട്ടിരിക്കെ. എന്ത് പോസിറ്റീവ്നെസ്? നിനക്ക് അങ്ങനൊക്കെ പറയാം. നിനക്ക് ജീവിതത്തിൽ ടെൻഷൻ അടിക്കേണ്ടി വന്നിട്ടില്ലല്ലോ. അല്ല, നിനക്ക് എങ്ങനെ എത്ര ജീവിതത്തില് അടിച്ചു പൊളിച്ചിരിക്കാൻ കഴിയുന്നേ? എന്നാ താൻ പറ, ലൈഫിൽ കുറച്ച് പോസിറ്റീവ് ആയിട്ടിരിക്കാൻ ഞാൻ എന്താ ചെയ്യണ്ടേ? കുറച്ച് ടിപ്സ് ഒക്കെ ഒന്ന് പറഞ്ഞു. ഓക്കെ, ഈ മന്ത് ലാസ്റ്റ് അക്ഷയ തൃതീയല്ലേ? അപ്പൊ നമുക്ക് അക്ഷയ തൃതിക്ക് തന്നെ സ്റ്റാർട്ട് ചെയ്യാം. അക്ഷയ തൃതിക്ക് സ്വർണം മേടിച്ചാൽ ഐശ്വര്യം വരും, സമ്പത്ത് ഇരട്ടിയാകും എന്നല്ലേ വിശ്വാസം? ആരുടെ വിശ്വാസം? എനിക്ക് അങ്ങനത്തെ വിശ്വാസമൊന്നുമില്ല. ഓക്കെ, നിനക്ക് വിശ്വാസം ഇല്ലെങ്കിൽ വേണ്ട. കഴിഞ്ഞ വർഷത്തെ സ്വർണ്ണ വിലയേക്കാൾ ഈ വർഷത്തെ വില കൂടുതലാണോ? നന്നായിട്ട് കൂടിയിട്ടുണ്ട്. അപ്പൊ കഴിഞ്ഞ കൊല്ലം സ്വർണം വാങ്ങിയവർക്ക് ഈ കൊല്ലം ലാഭമാണോ? നല്ല ലാഭമാണ്. അത്രേ ഉള്ളൂ കാര്യം. ഒരു പോസിറ്റീവ് നോട്ടിൽ എടുത്താൽ മതി ഇതൊക്കെ. എന്തൊക്കെയാണെങ്കിലും ഒരു നല്ലൊരു ഇൻവെസ്റ്റ്മെന്റ് അല്ലേ? അത് ശരിയാലേ. ഗോൾഡ് എപ്പോഴും ഒരു സേഫ് ഇൻവെസ്റ്റ്മെന്റ് ആണ്. അപ്പൊ നീ ഒരു കാര്യം ചെയ്, ഈ അക്ഷയ തൃതിക്ക് കുറച്ച് സ്വർണം വാങ്ങും, നല്ലൊരു ഇൻവെസ്റ്റ്മെന്റും ആവും. അതിന്റെ കൂടെ ഐശ്വര്യം വന്ന് ലൈഫ് സെറ്റ് ആയ നിനക്ക് പ്രോബ്ലം ഒന്നും ഇല്ലല്ലോ. അതില്ല. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഭീമേ പോലോ. അവിടെ ആകുമ്പോ നല്ല ഓഫേഴ്സും ഉണ്ട്, കളക്ഷൻസും ഉണ്ട്. അപ്പൊ നിനക്ക് കറക്റ്റ് ചോയ്സ് എടുക്കാനും അറിയാം. ഈ അക്ഷയ തൃതിയോടനുബന്ധിച്ച് ഭീമയിൽ കിഡിലൻ കളക്ഷനും അഡ്വാൻസ് ബുക്കിംഗും ആരംഭിച്ചിട്ടുണ്ട്. ഇപ്പൊ വാങ്ങിയാൽ നിന്റെ ഈ അക്ഷയ തൃതീയ അക്ഷയ ഐശ്വര്യ തൃതീയാക്കാം. ഐശ്വര്യ തൃതീയ അല്ലേ? ഇപ്പൊ എനിക്ക് നല്ല നല്ല പോസിറ്റീവ്നെസ് ഒക്കെ തോന്നി തുടങ്ങിയിട്ടുണ്ട്. അക്ഷയ തൃതീയ ഐശ്വര്യ തൃതീയയാകുന്നു ഭീമയുടെ വാഗ്ദാനം.